നമ്മൾ നേരത്തെ കടന്നുപോയ വാർത്ത തലസ്ഥാനത്തെ സ്പാ കേന്ദ്രത്തിൽ നടക്കുന്ന പരിശോധനയെ പറ്റിയാണ്. നേരത്തെ മേയർ വി രാജേഷ് പറഞ്ഞതിനു പിന്നാലെ തന്നെയാണ് ഈ പരിശോധനകൾ തുടങ്ങിയിരിക്കുന്നത്. സ്റ്റാച്യു ജംഗ്ഷനിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു യുവതി പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സ്പർശൻ വെൽനസ് സ്പായിൽ കോർപ്പറേഷന്റെ ഹെൽത്ത് വിഭാഗം, ആരോഗ്യ വിഭാഗം പരിശോധന നടത്തുന്നത്. ഇന്ദുലേഖ രേണു ഉണ്ട്. ഇന്ദു, ഇപ്പോഴും അവിടെ പരിശോധന തുടരുകയാണല്ലോ. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു യുവതി ഈ സ്പാ കേന്ദ്രത്തിനെതിരെ നൽകിയിട്ടുള്ള പരാതി? ആ പരാതി ശരിവെക്കുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ടോ? അക്ഷയ, ഇപ്പോഴും സ്റ്റാച്യു ജംഗ്ഷനിൽ, അതായത് സെക്രട്ടേറിയറ്റിന് നേരെ ഓപ്പോസിറ്റുള്ള സ്റ്റാച്യു ജംഗ്ഷനിലെ സ്പർശൻ വെൽനസ് സ്പായിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പോലീസും സംഘവുമൊക്കെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും അന്വേഷണവും പരിശോധനയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം ഇവിടെ ഇന്റർവ്യൂവിനെത്തിയ ഒരു പെൺകുട്ടി നേരിട്ട മോശം അനുഭവം, ആ മോശം അനുഭവമാണ് ഇപ്പോൾ ഈ പരിശോധനയിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് തന്നെ പറയാം. ആ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്, പോലീസിലാണ് പരാതി നൽകിയത്. ഇതുപോലെ ഇതേ സ്പായിൽ നിന്ന് ഒരു മോശം അനുഭവം നേരിട്ടു. താനിവിടെ ഇന്റർവ്യൂവിന് എത്തിയതായിരുന്നു. തന്നോട് ഇവിടെ ഉണ്ടായിരുന്ന ഇന്റർവ്യൂ നടത്തിയിരുന്ന ജീവനക്കാരടക്കം പെരുമാറിയിരുന്നത് മോശം രീതിയിലാണെന്നും, അതുപോലെ തന്നെ ഇന്റർവ്യൂ പാസ്സായി ഇവിടെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ചെയ്യേണ്ടി വരുന്ന ജോലിയെക്കുറിച്ച് അവർ വിവരിച്ചു പ്പോൾ നേരിട്ട മോശം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടി പരാതി നൽകിയിരുന്നത്. ആ പരാതിയാണ് നിലവിൽ ഇപ്പോൾ ഒരു പരിശോധനയിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് തന്നെ പറയാം. മാത്രമല്ല, മേയർ വി രാജേഷ് ഇന്ന് രാവിലെ നമ്മളോട് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞിരുന്നു, ഇതുപോലെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതും അനധികൃതമായ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നതുമായിട്ടുള്ള സ്പാകൾ കണ്ടെത്താനും അവർക്കെതിരെ ആക്ഷൻ എടുക്കാനുമുള്ള തീരുമാനം, അത് ഉടൻ തന്നെ അത്തരത്തിലൊരു ആക്ഷൻ ഉണ്ടാകുമെന്ന് മേയർ വി രാജേഷ് പറഞ്ഞിരുന്നു. നമുക്കറിയാം, ഇതിനെല്ലാം തുടക്കമായത് പത്തനംതിട്ട തിരുവല്ലയിൽ നടന്ന ഒരു സംഭവമാണ്. സ്പായിൽ നടന്ന കൂട്ടബലാത്സംഗമാണ്. ഇത്തരത്തിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് കീഴിൽ ഏതെങ്കിലും സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ തന്നെ അവിടെ അന്വേഷണം നടക്കുമെന്നും അതിനെതിരെ നടപടിയെടുക്കുമെന്നും സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ ഒരു ആദ്യ ഘട്ടമായിട്ട് തന്നെ നമുക്കിതിനെ കാണാം. ഇന്നലെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം തന്നെ ഇപ്പോൾ ഇവിടെ അന്വേഷണം നടക്കുകയാണ്. ലൈസൻസിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ജോലിക്കാരുടെ ഡിഗ്രി അല്ലെങ്കിൽ അവരുടെ നിലവാരത്തെ സംബന്ധിച്ചുമൊക്കെയുള്ള പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു സ്പായിൽ പ്രവർത്തിക്കണമെങ്കിൽ കൃത്യമായ രീതിയിലുള്ള യോഗ്യതാ മാനദണ്ഡങ്ങളൊക്കെ അവിടെയുള്ള ജീവനക്കാർ പാലിക്കേണ്ടതുണ്ട്. ഇവിടെയുള്ള ജീവനക്കാർ അത്തരത്തിൽ യോഗ്യതയുള്ളവരാണോ, അല്ലെങ്കിൽ ഇവിടുത്തെ ലൈസൻസ് കൃത്യമാണോ, അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ? നമുക്കറിയാം, പല സ്പാകളെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ ക്രോസ് മസാജ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം എന്തെങ്കിലും കാര്യം ഇവിടെ നടക്കുന്നുണ്ടോ തുടങ്ങിയ അന്വേഷണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അത്തരത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അക്ഷയ. ശരി, ഇന്ദുലേഖ രേണുവാണ് വിവരങ്ങൾ നൽകുന്നത്.